ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അസുഖം ബാധിച്ച് കുഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. വലിയൊരു പറമ്പാണ്, കാടും പുല്ലും നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് അതിൻ്റെ മുകളിലാണ് ഈ കുഞ്ഞ് കയറി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അവളുടെ സഹോദരി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു അമ്മയുടെ മക്കളാണ് കേട്ടോ. അമ്മയെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതാ അവൾക്ക് ഞാൻ പാലിൽ മരുന്ന് കൊടുത്താണ്. അപ്പം മറ്റേയാൾ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അവൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ അവൾക്ക് ആഹാരം കിട്ടുന്നവർക്ക് എല്ലാവർക്കും ആഹാരം കിട്ടുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഈ കുഞ്ഞിന് അസുഖമായതുകൊണ്ടാണ് പാലിൽ മരുന്ന് കൊടുത്തു. പിന്നെ ഈ കുഞ്ഞിനെന്ന് വെച്ചാൽ നമ്മളിവളെ പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വേറെ അവൾക്ക് കൂടെയുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അവളെ മാത്രം സ്നേഹിക്കണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ രാവിലെയാണ് 2 നേരം ഞാൻ വന്ന് അവൾക്ക് ആഹാരവും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇന്നലെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാവിലെ ആണ് അവസാനമായിട്ട് കുഞ്ഞിനെ കണ്ടത്. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല സുഖമായിട്ട് അവൾക്ക് കിടക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് വൈകുന്നേരം വന്നപ്പോഴാണ് കേട്ടോ അവളെ മിസ്സായത് നമുക്ക്. ഇതിപ്പം രാവിലത്തെയാണ്. രാവിലെ ഞാൻ വന്ന് ഭക്ഷണം മരുന്നും ചോറും എല്ലാം കൊടുത്തു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഈ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അവിടെ എല്ലാം ഞാൻ തിരഞ്ഞു. എനിക്ക് വല്ലാത്തൊരു സങ്കടമായി. പക്ഷേ വേറൊരാൾ അവിടെ കണ്ടെന്ന് പറയുന്നുണ്ട്. അവൾ കുറച്ചും കൂടി ഒരു ആരോഗ്യം വീണ്ടെടുത്തു, ആഹാരമൊക്കെ ചവയ്ക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് അവളെ കാണാതായതുകൊണ്ട്. പിന്നെ അത് അവനും ഞാൻ പാലും ഭക്ഷണമൊക്കെ മറയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോയത് എനിക്ക് തോന്നുന്നു, അവസാനം അവൾക്ക് മണവും രുചിയൊക്കെ അറിയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മരുന്നിൻ്റെ സ്മെല്ല് കിട്ടിയതുകൊണ്ട് എന്തോ ആ കുഞ്ഞ് അവിടെ നിന്ന് പോയി. അവളെ കാണുമെന്ന് വിചാരിക്കുന്നു. 2 പ്രാവശ്യം വന്നിപ്പം ഇത് ഇന്നലെയാണ് അവളെ നമുക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളുടെ ഇന്ന് നമ്മൾ സിൽക്ക് മോളെ കാണാൻ വന്നതാണ് കേട്ടോ. ഇന്ന് അവിടെ എല്ലാം ഞാൻ തിരക്കി നടന്നു. അവളെ സിൽക്ക് മോള് ഭക്ഷണമൊന്നും വേണ്ട സിൽക്ക് മോളിന് കേട്ടോ. അവളവിടെ എങ്ങനെയൊക്കെ നടന്നോളും. എന്നെ കണ്ട് ഞാൻ പാൽ സൊസൈറ്റിയിലേക്ക് പാല് വാങ്ങിക്കാൻ കയറിയപ്പോൾ എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. പാവം, അവൾ നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു. സിൽക്കിന് ആഹാരം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പിന്നെ അവൾക്ക് കൂടുതലും ആണുങ്ങളോടാണ് കൂടുതൽ സ്നേഹം. നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലും ആരെങ്കിലും അവളെ പരിചയക്കാർ വിളിച്ച് അവൾ ഓടിപ്പോവും. പിന്നെ അത് മീട്ടുവിന് നമ്മുടെ പെറ്റ് ഷോപ്പിൻ്റെ പുറകിൽ വെച്ചിട്ടാണ് ഞാൻ ആഹാരം കൊടുക്കുന്നത്, ആരും കാണാതെ ഇലയിൽ വെച്ച്. ഇപ്പം മീട്ടു നല്ല മിടുക്കനായിട്ടും ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. കുറച്ച് കാലം തിരിയലിലൊക്കെ പുറത്ത് വന്ന് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. മഴയായിപ്പം ഇപ്പം നല്ല മിടുക്കനായി. പിന്നെ നമ്മുടെ ഫാമിൻ്റെ പരിസരത്തുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മളുടെ റാണിക്കുട്ടി, മറ്റേ നമ്മുടെ സ്കിൻ പ്രോബ്ലം വന്ന കുഞ്ഞപ്പുറത്തുണ്ട് കേട്ടോ. അവൾക്ക് ആഹാരം കൊടുത്ത് ആഹാരം കഴിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് ഇച്ചിരി പ്രായമുണ്ട്. ഒരു മുഖമൊക്കെ രോമമൊക്കെ നരച്ച് തുടങ്ങിയിട്ടുണ്ട്. കടുത്ത സ്കിൻ പ്രോബ്ലം ആയിരുന്നു. വീണ്ടും വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ശാശ്വതമായൊരു മരുന്നല്ല, കുറച്ച് നാളത്തേക്ക് കഴിഞ്ഞ് വീണ്ടും വരും എന്നൊക്കെ അറിയാം. ഇത് കൂടെയുള്ള ആളാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഡാഷ് കുഞ്ഞിനും നാടൻ കുഞ്ഞും, ഞാനൊരു വല്ലാത്തൊരു സങ്കടത്തിലാണ് നമ്മുടെ ആ കുഞ്ഞിനെ കാണാത്തത്. ഇന്നിപ്പോൾ ഞാൻ അവളെ അന്വേഷിച്ച് പോയതാണ്, അവളെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ അടുത്ത് വന്ന് വീണ്ടും വന്നിട്ട് പിന്നെയും തിരിച്ചു പോയി നോക്കി. പക്ഷേ എന്തോ പിന്നെ അവർക്ക് പാലും വെള്ളവും മരുന്നാണ് കൊടുത്തത്. കാലിന് ചെറിയ പരിക്കുണ്ടായി. രണ്ടാൾക്കും ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. പാല് ഭയങ്കര ഇഷ്ടമാണ് ഡാഷ് കുഞ്ഞിന്. കൈക്ക് ചെറിയൊരു വളവ് പോലെ കാണുന്നുണ്ട്. നമ്മുടെ ഡാഷ് കുഞ്ഞിൻ്റെ കാൽസ്യം കുറവാണെന്ന് പലരും പറഞ്ഞു എങ്കിലും ഞാൻ അതിൻ്റെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തോ ഒരു വിഷമം പോലെയാണ് രണ്ടാൾക്കും, മഴ ആയതുകൊണ്ടോ എന്തോ. അപ്പം അങ്ങനെ 2 നേരം ഞാൻ ഇവരുടെ അടുത്ത്, നമ്മുടെ അസുഖം ബാധിച്ച കുഞ്ഞിൻ്റെ അടുത്ത് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഇവർക്കും കുശാലാണ് കേട്ടോ. 2 നേരം അവർക്ക് ആഹാരം കിട്ടുന്നുണ്ട്. പിന്നെ അവളെ കാണാത്തതിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഒന്നും ഇടാതിരുന്നത്. പിന്നെ നമ്മുടെ ക്യൂട്ടി നമ്മൾ വന്ധീകരിച്ച് കുഞ്ഞ് എൻ്റെ വണ്ടിയുടെ പിന്നാലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ മാറ്റിയിട്ട് ഈ കുഞ്ഞിന് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ വന്ധീകരിച്ച് കൊടുത്തത്. പിന്നെ അവൾ നല്ല സുന്ദരിയാണ് കേട്ടോ. എല്ലാ ദിവസവും പോയി അവളവിടെ പുഴയിൽ പോയി കുളിക്കും. നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ കുഞ്ഞിനെ കാണാത്തതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. പിന്നെ അതൊരു കുഞ്ഞിനെ ഞാൻ കണ്ടതാണ്. അവനെ കടുത്ത ആഴത്തിൽ മുറിവൊക്കെ ഉണ്ടായി. ഞാൻ ഗുഡ് ബാക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. അവന് ഭക്ഷണം ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് അവനെ കാണാൻ കിട്ടത്തുള്ളൂ. എപ്പോഴും കടിപിടി കൂടിയിട്ടുള്ള മുറിവാണ്. എല്ലാവരും സഹകരിക്കും, സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക എല്ലാവരും.